ഇന്ന് പുണ്യ റമദാൻ 10ാമത്തെ ദിവസം. സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. മഹദിയുടെ ആണ്ടിൻ്റെ ദിനമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം കണ്ണ് നിറഞ്ഞു പോയിരുന്നു മുഹമ്മദ് മുസ്തഫയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ മുത്തുനബിയും ഖദീജ ബിയും തമ്മിൽ. അത്രമേൽ മനോഹരമായൊരു ദാമ്പത്യം ലോകത്തെവിടെയും നമുക്ക് കാണിക്കാൻ പറ്റാത്തവണ്ണം അത്ഭുതമായിരുന്നു അവരുടെ ദാമ്പത്യം. ആ ദാമ്പത്യത്തെ അത്രമേൽ മനോഹരമാക്കിയ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതവും അതുപോലെ നമുക്ക് മനോഹരമാക്കിയെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയും നയിച്ചതുപോലെ ഉദാത്തമായൊരു ജീവിതം നയിക്കാൻ കരുണക്കടലായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൊരുപാട് സന്തോഷവും ഒരുപാട് സങ്കടമൊക്കെ ഉള്ളൊരു ദിവസമാണ്. കാരണം ഞാനിങ്ങനെ ചിന്തിച്ചു പോവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. ഇന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ ദിവസമാണ്. അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോരോ ഏടുകളെടുത്താലും നമ്മളിങ്ങനെ കരഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ മനുഷ്യർക്ക്? ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും ഇത്രമേൽ ഗാഢമായി സ്നേഹിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ചിന്തിച്ചിട്ടിരുന്ന് കരഞ്ഞു പോകുന്ന ഘട്ടങ്ങൾ. പടച്ചവനെ, മഹദിയായ ഉമ്മയുടെ നദുറ തിരുനോട്ടം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഫർളൊന്നും നിസ്കരിച്ചിട്ടില്ല. ഒരു റമദാനിലൊരു നോമ്പും പിടിച്ചിട്ടില്ല. നിർബന്ധമായ ഹജ്ജ് ഉംറയൊന്നും ചെയ്തിട്ടില്ല. നിർബന്ധമായ സക്കാത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ടും ആ ഖദീജ ബീവി ലോക മുസ്ലിംകളുടെയൊക്കെ ഉമ്മയായി. സ്വർഗീയ ലോകത്തെ ഏറ്റവും വലിയ കൊട്ടാരത്തിൻ്റെ ഉടമകളിൽ ഒരാളാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. എല്ലാത്തിലും ഉപരി ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ടവളായി ഖദീജ റളിയല്ലാഹു അൻഹ. എന്താ കാരണം എന്നറിയോ? മുത്തുനബിയെ, പ്രിയപ്പെട്ട ഭർത്താവിനെ അതിരറ്റ് സ്നേഹിച്ചു എന്നുള്ള ഒരേ ഒരു കാരണം. ആ ഭർത്താവിനെ പോലെ മറ്റൊരു മനുഷ്യൻ ലോകത്ത് വേറെ ഉണ്ടോ? ഹബീബെ ഹുദ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊരു സ്നേഹമാണ്! ഭയങ്കര സ്നേഹമായിരുന്നു ഖദീജക്ക്. ഒരിക്കൽ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം വേഗം വന്നിട്ട് വിളിക്കുന്നുണ്ട്. എവിടെ അയിന ഖദീജ? എവിടെയാണ് ഖദീജ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാൻ്റെ ഹബീബി ചോദിക്കുന്നുണ്ട്, എന്താണ് ഖദീജ അന്വേഷിക്കുന്നത്? ഖദീജ ബീവിയോട് അള്ളാഹു സലാം അറിയിച്ചിട്ടുണ്ട് നബിയേ. അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് ഖദീജക്ക്. 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടേ ഒരിക്കൽ പോലും ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തോ അവിടത്തെ കയർത്തോ അവിടത്തേക്കാൾ ഉച്ചത്തിലോ സംസാരിച്ചിട്ടില്ല സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. അത്രമേൽ ആ പ്രിയപ്പെട്ട ഹബീബിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഖദീജ റളിയല്ലാഹു അൻഹ. 65 വയസ്സാകുമ്പോഴും മുത്തുനബി തങ്ങൾ വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും ഖദീജ റളിയല്ലാഹു അൻഹ. ഹബീബായ തങ്ങൾ വരുമ്പോൾ മുത്തുനബി തങ്ങളെ കാത്തു നിൽക്കും വാതിൽക്കൽ. പുഞ്ചിരിയോടെ വിളിച്ചകത്ത് കയറ്റും. അവിടത്തേക്ക് ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഹബീബിൻ്റെ മടിയിൽ ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ട് അവിടുത്തെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പുഞ്ചിരിക്കുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. എന്താണ് എൻ്റെ ഖദീജ ഇങ്ങനെ നോക്കുന്നത്? അൽ അമീനെ, എന്തൊരഴകാണ് ഈ മുഖത്തിന്! എന്തൊരു പ്രകാശമാണ് അൽ അമീൻ ഈ മുഖത്തിന്! 25 കൊല്ലമായല്ലോ ഖദീജ കാണുന്നത്. എന്താണ് ഇപ്പം അങ്ങനെ പറയാൻ? ശരിയാണ്, 25 കൊല്ലമായി നമ്മുടെ ജീവിതം തുടങ്ങിയിട്ട്. എന്തെങ്കിലുമൊക്കെ തെറ്റെന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം അൽ അമീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഖദീജ ബീവിയെ ചേർത്തൊരു ചുംബനം കൊടുത്തിട്ട് പറയാണ്, എൻ്റെ ഖദീജ ഒരിക്കലും അങ്ങനെ പറയരുത്. എന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല എൻ്റെ ഖദീജ റളിയല്ലാഹു അൻഹ. ആരാണ് പറയുന്നത്? ലോകത്തിൻ്റെ നേതാവ് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് നിറയാണ് മുത്തുനബി തങ്ങളുടെ. 25 കൊല്ലം കൂടെ ജീവിച്ചിട്ട് ഒരു പരാതിയില്ല ഖദീജ ബീവിക്ക്.
ആ ഖദീജ ബീവിയെക്കുറിച്ച് ഒരു പരാതിയില്ല ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അൽ അമീനായവരെ, ഞാൻ പോവാണ്. വഫാത്തിൻ്റെ ഘട്ടമാണ് ഖദീജ ബീവിയുടെ. ഞാൻ പോവാണ്. 3 ആഗ്രഹങ്ങൾ എനിക്കുണ്ട്, എനിക്കങ്ങൊന്ന് സാധിപ്പിച്ച് തരുമോ? 3 ആഗ്രഹങ്ങൾ എനിക്കുള്ളൂ, അതൊന്ന് സാധിപ്പിച്ച് തരണം. എന്താണ് എൻ്റെ ഖദീജയുടെ ആഗ്രഹങ്ങൾ ഒന്ന് പറയണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഖദീജ ബീവി പറയുന്നുണ്ട്, ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറയണത് ഒന്നുമല്ല, എൻ്റെ മയ്യത്ത് അങ്ങയുടെ കൈകൊണ്ട് കുളിപ്പിക്കപ്പെടണം. എൻ്റെ മയ്യത്ത് അങ്ങ് കുളിപ്പിക്കണം. അതാണ് ഖദീജയുടെ അവസാനത്തെ ആഗ്രഹം. കോടീശ്വരിയായിരുന്നു ഖദീജ, ഒന്നുമില്ലാത്തവളല്ല, കോടീശ്വരിയായിരുന്ന ഖദീജ. അവിടുത്തെ അവസാനത്തെ ആഗ്രഹമായി പറയണേ, അങ്ങയുടെ കൈ കൊണ്ട് എന്നെ കുളിപ്പിക്കണം. രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഒരു ഗന്ധം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എൻ്റെ ജീവത്തുടിപ്പാണത്. അങ്ങ് പുതക്കാൻ ഉപയോഗിക്കുന്നൊരു പുതപ്പുണ്ടല്ലോ, ഒരു വിരിപ്പുണ്ടല്ലോ, അതിൽ വേണം എന്നെ കഫൻ ചെയ്തെടുക്കാൻ. എന്നെ കഫൻ പൊതിയുന്നതിൻ്റെ ഉള്ളിൽ അങ്ങയുടെ വിരിപ്പുണ്ടാകണം. ഖബറിലേക്ക് പോകുമ്പോഴും അങ്ങയുടെ പുതപ്പിൽ കിടന്ന് എനിക്ക് പോകണം. മൂന്നാമത്തെ എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? എന്നെ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോഴേ അങ്ങയുടെ കൈകൊണ്ട് പിടിച്ച് എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കണം. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ, എന്തൊരു സ്നേഹമാണത്, എന്തൊരു സ്നേഹമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രമേൽ ഗാഢമായി പ്രണയിച്ചിരുന്നു. എൻ്റെ ഹബീബിന് ബാപ്പാനെ കാണാൻ പറ്റിയിട്ടില്ല, ഉമ്മയുടെ പരിലാളനകൾ ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല, സഹോദരങ്ങൾ ഉണ്ടായിരുന്നില്ല മുത്തുനബിക്ക്, പ്രണയിനി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖദീജ ബീവി മുത്തുനബിക്ക് ഉപ്പയായിരുന്നു, ഉമ്മയായിരുന്നു. ഖദീജ ബീവിക്ക് മുത്തുനബിയേക്കാൾ ഇത്തിരി വയസ്സ് കൂടുതലുണ്ട് അല്ലേ? ഉമ്മയായിരുന്നു, പെങ്ങളായിരുന്നു, സഹോദരനായിരുന്നു, കൂട്ടുകാരിയായിരുന്നു, പ്രണയിനിയായിരുന്നു, എല്ലാമായിരുന്നു മുഹമ്മദ് മുസ്തഫക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഖദീജ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഹിറാ ഗുഹയിൽ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ 55 വയസ്സുള്ള ആ സ്ത്രീ മല കയറുക. ഇന്ന് നമുക്ക് തട്ടുകളായി സ്റ്റെപ്പ് പോലെ ഇട്ടിട്ട് പോലും ഹിറാ ഗുഹയിലേക്ക് കയറിപ്പോൻ എന്ത് പാടാ. അന്ന് വെറും കുത്തനെയുള്ള മലയാണ്. അത് ഓരോ നേരവും ഭക്ഷണവുമായിട്ട് പോകും, ഒരു പരാതിയില്ല. മക്കൾ വീട്ടിലുണ്ട്, കുഞ്ഞുമക്കൾ വീട്ടിലുണ്ട്. ഭർത്താവിനെയും മക്കളെയും നോക്കാനായിട്ട് തൊഴിൽ ചെയ്യണം. ആർക്ക്? ഖദീജക്ക്. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം, കോടീശ്വരിയാണ്. പിന്നെ 55 വയസ്സായില്ലേ. എന്നിട്ടും ഒരു പരാതിയില്ലാതെ ആ പ്രിയപ്പെട്ടവന് ഭക്ഷണവും കൊണ്ട് ആ മലയും കടന്ന് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൻ്റെ അടുക്കൽ ചൊല്ലുമായിരുന്നു, സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ. അതിനിടയിലല്ലേ ജിബ്രീലിനെ കണ്ട് പേടിച്ചിട്ട് അള്ളാൻ്റെ ഹബീബ് ഓടി വരുന്നത്, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്ക് ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ഖദീജ. പേടിച്ചോടി വരികയാണ് അള്ളാൻ്റെ ഹബീബ്. അപ്പോഴും ചേർത്ത് പിടിച്ച് തൻ്റെ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ, അങ്ങെന്തിനാണ് പേടിക്കുന്നത്, അങ്ങെന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങയെ അള്ളാഹു കൈവിടില്ല. അങ്ങ് പാവപ്പെട്ടവരെ, അഗതികളെ, അനാഥരെ ചേർത്ത് പിടിക്കുന്നവരല്ലേ, അങ്ങയെ അള്ളാഹു കൈവിടില്ല. ആരാ പറയണേ? സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ. എന്തൊരു സ്നേഹമായിരുന്നു ഖദീജ ബീവിക്ക്. അത് വഫാത്തിൻ്റെ ശേഷം. അതുകൊണ്ടല്ലേ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം കുറേ നാളത്തേക്ക് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് അള്ളാഹിൻ്റെ ഹബീബ് ആലോചിച്ചിട്ട് പോലുമില്ല. പിന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബാക്കിയുള്ള കല്യാണങ്ങളൊക്കെ കഴിക്കുന്നത്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ഹാല എന്ന് പറയുന്നൊരു പെണ്ണ് വരികയാണ്. അത് ഖദീജ ബീവിയുടെ ഒരു സഹോദരിയാണ്. ഖദീജ ബീവിയുടെ രൂപവും ഖദീജ ബീവിയുടെ സംസാര ശബ്ദമൊക്കെ ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടിങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ മുത്തുനബി തങ്ങളുടെ ഉള്ളിൽ ഖദീജ ബീവിയുടെ ഓർമ്മകൾ വന്ന് കണ്ണുകൾ നിറയുന്നത് ആയിഷ ബീവി ശ്രദ്ധിച്ചുകൊണ്ട് പറയാണ്. പതിയെ വിളിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഇനിയും ആ കിളവീനെ മറക്കാനായിട്ടില്ലേ? അതിനേക്കാളും നല്ലതൊക്കെ അങ്ങേക്ക് തന്നില്ലേ അല്ല? എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ നല്ല ഗ്ലാമറസായ ആൾക്കാരെയൊക്കെ അല്ല തന്നില്ലേ? ഇനിയും ആ കിളവിയെ ഓർത്തിരിക്കുകയാണോ? ഇല്ല ആയിഷ, എൻ്റെ ഖദീജക്ക് പകരം ഒരാളെയും അല്ല എനിക്ക് തന്നിട്ടില്ല. എൻ്റെ ഖദീജക്ക് പകരം എൻ്റെ ഖദീജ മാത്രമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കല്യാണമൊക്കെ രസമല്ലേ? മാഷാ അല്ലാ. ഇത് വരാൻ പോകുന്ന നബിയാണ് എന്നൊരു ജൂതനായ പണ്ഡിതൻ്റെ പ്രവചനം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മുമ്പേ അറിയായിരുന്നു. അന്ന് തന്നെ ആഗ്രഹിച്ചതാണ് മുഹമ്മദിനെ കല്യാണം കഴിക്കണം, അൽ അമീനെ കല്യാണം കഴിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എനിക്ക് ഒരു പ്രവാചകൻ്റെ മക്കളെ പ്രസവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമല്ലോ. അന്ന് ഖദീജ ഉമ്മ കണ്ട സ്വപ്നമാണ് ഇന്ന് നമ്മൾ കാണുന്ന തങ്ങന്മാരൊക്കെ. അന്ന് ഖദീജ ബീവിയുടെ സ്വപ്നമാണ് ഇന്ന് നമ്മൾ കാണുന്ന തങ്ങന്മാരൊക്കെ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെ ലോകം മുഴുവൻ സയ്യിദന്മാർ വ്യാപിച്ചിട്ടുണ്ടല്ലോ. അതാ പ്രിയപ്പെട്ട ഉമ്മയുടെ സ്വപ്നമാണ്. സുബ്ഹാനക യാ അല്ലാഹ്. അങ്ങനെ കല്യാണ ദിവസം മനോഹരമായൊരു സംഭവമുണ്ട്. എന്താണ് ആ ജീവിതത്തിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവും. ഖദീജ ബീവി നല്ല പുതുമണവാട്ടിയായിട്ട് വീടിനകത്ത് എല്ലാവരാലും ഇങ്ങനെ റെഡിയാക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവനെ കാത്തിരിക്കുന്ന ഖദീജ. മനോഹരമായ കല്യാണ ദിവസം ഖദീജ എന്ന മനോഹരിയായ ഖദീജ എന്ന കോടീശ്വരിയായ പെണ്ണിൻ്റെ വലിയ മാളികയിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. ഖദീജ വലിയ കോടീശ്വരിയാണ്, വലിയ ബിസിനസ്സുകാരിയാണ്. അതുകൊണ്ട് തന്നെ VIP കളുണ്ട്, VVIP കളുണ്ട്, സാധാരണക്കാരുണ്ട്. സാധാരണക്കാരിൽ തന്നെ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ആളുകളടക്കം എല്ലാവരെയും വിളിച്ച കല്യാണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് 15 കൊല്ലം മുമ്പായി കല്യാണം. നമ്മൾ ഓർക്കണം, മുത്തുനബിക്ക് 25ഉം ഖദീജ ബീവിക്ക് 40 വയസ്സ് പ്രായമുള്ള സമയം. നബിതങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ സന്തോഷത്തിൽ വിരുന്ന് സൽക്കാരമൊക്കെ നടക്കുമ്പോൾ അവിടെ ഇറങ്ങി ഓരോന്നിങ്ങനെ വീക്ഷിക്കുകയാണ്. അപ്പോഴാണ് തീർത്തും ആരും മൈൻഡ് ചെയ്യാത്തൊരു പെണ്ണങ്ങോട്ട് കടന്നു വരുന്നത്. ഒരു വയസ്സായ പെണ്ണ്, ശരീരം മുഴുവൻ ഇങ്ങനെ അഴുക്ക് പിടിച്ചൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആകെ മുടിയൊക്കെ പാറിപ്പറന്നൊരു പട്ടിണിക്കോലം എന്ന് തോന്നിക്കുന്ന ഒരു രൂപം, ഒരു പെണ്ണങ്ങോട്ട് കടന്നു വരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കി, എവിടെയോ കണ്ടതല്ല പരിചയം. രണ്ടാമതും നോക്കി, അതെ, വേഗം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിച്ചെല്ലണം എൻ്റെ ഹബീബ്. ഇറങ്ങി ഓടിച്ചെന്ന് ആ സഹോദരിയുടെ കയ്യങ്ക് പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വിളിക്കുന്നുണ്ട്, ഉമ്മാ. ആരാ വിളിക്കണേ? ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളൊക്കെ നോക്കി, ഉമ്മ എന്നോ? അല്ല, അമീൻ്റെ ഉമ്മ 19 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയതല്ലേ, ഇത് പിന്നെ ആരാണ്? അല്ലാഹുവിൻ്റെ ഹബീബ് വിളിക്കുന്നുണ്ട്, ഖദീജ. വിവാഹം കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വിളിക്ക് കാതോർത്തെന്നോണം നിന്ന ഖദീജ ബീവി ഓടി വരികയാണ്. ലബ്ബൈക്ക്, ഞാനിതാ എത്തിയിട്ടുണ്ടല്ലോ അമീൻ എന്നവരെ, എന്താ എന്നെ വിളിച്ചത്? ഇതാരാന്നറിയോ? ഖദീജ ബീവി ഇങ്ങനെ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആരാണ് ഈ സ്ത്രീ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് ഈ വയസ്സായ സ്ത്രീ? ആരാണ്? ഇതെൻ്റെ ഉമ്മയാണ് ഖദീജ. 4 കൊല്ലം എന്നെ വളർത്തിയ, 2 വർഷം എനിക്ക് പാലൂട്ടിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയാണത്. ഹലീമ ബീവിയാണത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഉമ്മ ഈ കോലമൊക്കെ? ഉമ്മ ഇതെവിടെയാണ്? ഉമ്മ എവിടെയായിരുന്നു? മോനെ അൽ അമീനെ, ഉമ്മ ആകെ കഷ്ടപ്പാടില്ല. 2 മലകൾക്കപ്പുറമാണ് ഉമ്മ താമസിക്കുന്നത്. 2 മലകൾക്കപ്പുറമാണ് ഉമ്മ താമസിക്കുന്നത്. അവിടെ ആകെ പട്ടിണിയാണ് മോനെ. ഭർത്താവിന് അസുഖമാണ്, മക്കൾക്ക് ജോലിയില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. യുവത്വം നിറഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഓടി നടന്ന് മലപ്രദേശത്തുള്ള ആളുകളൊക്കെ പുറത്തേക്ക് വന്ന് കുട്ടികൾക്ക് പാല് കൊടുക്കുന്നൊരു പതിവ് അറബികൾക്കിടയിലുണ്ടായിരുന്നു. ഇപ്പോൾ വയസ്സായില്ലേ, ഒരു വഴിയില്ല മോനെ, ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്, നിങ്ങൾ പണ്ട് പാല് കൊടുത്ത അൽ അമീൻ എന്ന് പറയുന്ന, അൽ അമീൻ എന്ന സ്ഥാനപ്പേരെന്ന മുഹമ്മദ് എന്ന കുട്ടിയുണ്ടല്ലോ, ആ മുഹമ്മദിൻ്റെ കല്യാണമാണെന്ന്. കല്യാണം കഴിക്കുന്നത് കോടീശ്വരിയായ ഖദീജ എന്ന ഹുവൈലിദിൻ്റെ മകളെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചെല്ല്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടും. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വീട്ടിലേക്ക് പൊതിഞ്ഞ് തന്നു വിടും. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. നോക്കുമ്പോൾ മുത്തുനബിതങ്ങൾ നോക്കുമ്പോണ്ട് അവിടെ മുഴുവൻ ചോര. കാലിൽ ചെരുപ്പില്ലാത്തത് കൊണ്ട് കല്ലിൽ ചവിട്ടിയിട്ട് കാല് പൊട്ടി ചോര വന്നിരിക്കുകയാണ് ഹലീമ ബീവിയുടെ റളിയല്ലാഹു അൻഹ. ആരംഭപ്പൂവായ തങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഖദീജ ബീവിയോട് പറയുന്നുണ്ട്, ഖദീജ, ഈ ഉമ്മയുടെ മുലപ്പാലിൻ്റെ ഒരംശമാണ് എൻ്റെ ചോരയിലുള്ളത്. എൻ്റെ ഉമ്മയാണിത്. ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, ഉമ്മാനെ കുളിപ്പിക്കണം. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഉമ്മാനെ കിട്ടിയ സന്തോഷത്തിലെ ഖദീജ ബീവി ഹലീമ ബീവിയെ കൊണ്ട് അകത്തോട്ടിങ്ങനെ പോകുന്നുണ്ട്. നന്നായിട്ട് കുളിപ്പിച്ചു. ഖദീജ ബീവിയാകുന്ന പുതുപെണ്ണിന് വെച്ചിരുന്ന ഒരു വസ്ത്രം തന്നെ ഹലീമ ബീവിക്ക് കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ചു. ആ ചുക്കിച്ചുളിഞ്ഞ കവിളൊക്കെ നന്നായി ഒന്ന് തുടുത്തതുപോലെ തോന്നുന്നു. പട്ടിണിക്കോലമൊക്കെ മാറിയതുപോലെ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, അൽ അമീനെ, ഉമ്മാക്കൊരാഗ്രഹമുണ്ട് മോനെ. ഒന്നുമില്ല, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, വീട്ടിൽ എൻ്റെ ഭർത്താവുണ്ട്, മക്കളുണ്ട്, ജോലിയൊന്നുമില്ല, ആകെ പ്രയാസത്തിലാണ്. അവർക്കുള്ള ഭക്ഷണം തന്നു വിട്ടാലും ഉമ്മ അത് കൊണ്ടുപോകുമായിരുന്നു. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് പറയുന്നുണ്ട്, ഖദീജ, ഉമ്മ നമ്മുടെ കല്യാണത്തിന് വന്നതാ. കല്യാണത്തിന് ഉമ്മാക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഉമ്മാനെ ഒന്ന് പരിഗണിക്കണ്ടേ ഖദീജ?
ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ അൽ അമീനെ. ആര് പറയാ? ഖദീജ ബീവി. അത് കേട്ടപ്പോൾ എൻ്റെ ഹബീബിൻ്റെ തലയൊന്ന് താഴുന്നതുപോലെ തോന്നുന്നുണ്ടോ? കണ്ണൊന്ന് താന്നു പോയതുപോലെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമൊന്നിങ്ങനെ താന്നതുപോലെ. അവിടുന്ന് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എന്തുണ്ട് ഖദീജ? ഞാനൊരു ഫക്കീറല്ലേ ഖദീജ? ഞാനൊരു ഫക്കീറല്ലേ ഖദീജ? ആരാ പറയുന്നേ? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖദീജ ബീവിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവിടുന്ന് വായ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി അങ്ങ് ഈ വാക്ക് പറയരുത്. അങ്ങ് ഫക്കീറല്ല. ഈ ഖദീജക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇനി മുതൽ അങ്ങേക്കുള്ളതാണ്. അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ മുഴുവൻ സ്വത്തും ഇന്നു മുതൽ അങ്ങേക്കാണ്. മാത്രമല്ല, ആ സ്വത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങയോട് ചോദിച്ചിട്ടേ ചെയ്യൂ. അങ്ങേക്ക് എന്ത് ചെയ്യണമെങ്കിലും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മുഴുവൻ സ്വത്തും ഇന്നു മുതൽ അങ്ങേക്കാണ്. ആരാ പറയണേ? സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ. വീണ്ടും മുത്തനബി ചോദിക്കുന്നുണ്ട്, ഖദീജ, ഉമ്മാക്കൊരു 40 ആടിനെ കൊടുത്താലോ? എന്തിനാണ് പ്രിയപ്പെട്ടവനെ 40 ആക്കുന്നത്? ആ മലഞ്ചിരിവിലുള്ള മുഴുവൻ ആടുകളും ഉമ്മാക്കങ്ങ് കൊടുത്തേക്കൂ, ഉമ്മാക്കങ്ങ് കൊടുത്തേക്കൂ. യാ അല്ലാഹ്. ആടുകളെ മാത്രമല്ല, ആ ആടുകളെ മേയ്ക്കാൻ ഒരാട്ടിടയനെയും ആ ആടിനെ അറുക്കാനായി പരിചരിക്കാനായി ഒരു വേലക്കാരനെയും കൂടെ ഉമ്മാക്ക് കൊടുത്തു വിട്ടേക്കാം. അള്ളാൻ്റെ ഹബീബിനോട് പറയാണ് സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ. അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, ഖദീജ, ഉമ്മയുടെ കാലൊന്ന് നോക്കിയേ, ചെരുപ്പില്ല പാവത്തിന്, ഉമ്മനെ യാത്രാക്കണ്ടേ, നമുക്ക് വഴിയുണ്ടാക്കാം. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ബെൻസ് വാഹനമാണ്, ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന വാഹനം ചുവന്ന ഒട്ടകമാണ്. സാധാ ഒട്ടകമല്ല, ചുവന്ന ഒട്ടകം. ആ ചുവന്ന ഒട്ടകത്തിനെയും വേലക്കാരനെയും കൊടുത്ത് ഹലീമ ബീവിയെ യാത്രയാക്കുന്ന സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ ഒക്കെ കൊടുത്തപ്പോൾ ആരംഭപ്പൂവിൻ്റെ മുഖം ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത് പോലെ വല്ലാത്ത സന്തോഷമായി ഹബീബായ തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. أنت شمس أنت بدر أنت نور فوق نور أنت إكسير وغالي أنت مصباح الصدور لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. പോകാൻ നേരത്തെ ഹലീമ ബീവി നിന്നിങ്ങനെ കരയാണ്. എന്താ ഉമ്മ കരയുന്നേ? മോനെ, ഞാൻ ഒരുപാട് പേർക്ക് പാല് കൊടുത്തിട്ടുണ്ട്, ആരും കണ്ടാൽ പോലും മുഖത്തോട്ട് നോക്കൂല. എൻ്റെ മോൻ അൽ അമീനാണ് ഉമ്മാനെ ഒന്ന് പരിഗണിച്ചത്. ഇങ്ങോട്ട് വരുമ്പോൾ മോനെ കല്യാണം കൊളാക്കാൻ വേണ്ടി വന്നതല്ല ഈ വസ്ത്രം ഇട്ടിട്ട്, എനിക്കുള്ളതിന് നല്ല വസ്ത്രം ഇതാണ് മോനെ. ഇന്ന് ഞാനിതാ കോടീശ്വരിയായി തിരിച്ചു പോകുന്നു, സമ്പന്നയായി തിരിച്ചു പോകുന്നു, നല്ല വസ്ത്രം, സഞ്ചരിക്കാനിതാ ഒട്ടകക്കട്ടിൽ, എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഹലീമ ബീവി നിന്ന് പൊട്ടിക്കരയുമ്പോൾ ആ ഉമ്മയെ ചേർത്ത് പിടിക്കുന്ന ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേ ഖുറൈശികൾ പറഞ്ഞു, ഈ ഖദീജക്ക് ഇതെന്തിൻ്റെ കേടാ, ഇതെന്തിൻ്റെ കേടാ ഖദീജക്ക്? എത്ര നല്ല സമ്പന്നന്മാരിവിടെ വേറെ ഉണ്ട്, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഫക്കീറായ അൽ അമീനെ തന്നെ വേണോ കല്യാണം കഴിക്കാൻ? ഇത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ഖദീജ ബീവിക്ക് റളിയല്ലാഹു അൻഹാ. ഒരു വിരുന്ന് വെക്കണമെന്ന് തന്നെ ഖുറൈശികളൊക്കെ വിളിച്ചു. ഖുറൈശി പ്രമുഖരെ VIP മാത്രമുള്ളൊരു വിരുന്ന്. അവരൊക്കെ വിളിച്ചു കൂട്ടി ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് അൽ അമീൻ ഫക്കീറല്ല, എൻ്റെ മുഴുവൻ സ്വത്തും എൻ്റെ മുഴുവൻ സമ്പത്തും ഖദീജ എന്ന പെണ്ണിനുള്ള മുഴുവൻ സമ്പത്തും ഞാനിതാ എൻ്റെ ഭർത്താവിൻ്റെ കാൽ കീഴിൽ വെക്കുക. എൻ്റെ ഭർത്താവ് എന്ന് ധനികന, കോടീശ്വരന, ഖദീജയാണ് ഫക്കീർ എന്ന് പറഞ്ഞൊരു പെണ്ണ് ലോകത്ത് ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാരും മാത്രമാണ്. അതെൻ്റെ പ്രിയപ്പെട്ട ഹബീബിൻ്റെ പ്രിയപ്പെട്ട പത്നിയായ നമ്മുടെ ഉമ്മയായ സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ മാത്രമാണ്. ആ ഉമ്മ എത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. എത്ര മനോഹരമായിരുന്നു അവരുടെ ജീവിതം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വയർ എത്ര തവണ വിശാലമായിട്ടുണ്ട്.
മുത്തുനബിയെ ചേർത്ത് പിടിച്ച് ഉമ്മയായും പെങ്ങളായും സഹോദരനായും ബാപ്പയുമായൊക്കെ നിന്നവളാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഉമ്മയുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതവും ഇതുപോലെ മനോഹരമാക്കാം. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞൊരു തമാശയുണ്ട്. തമാശയല്ല, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞൊരു സംസാരമാണ്. 2 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഒരു ഖദീജ ബീവിയുടെ ആണ്ടിൻ്റെ ദിവസമാണ്. ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് ഖദീജ ബീവിയെ പോലെ ആയിക്കൂടെ, നിനക്ക് ഖദീജ ആയിക്കൂടെ. എന്നോട് അവൾ പറഞ്ഞത്, നിങ്ങൾ മുത്തുനബി ആയിക്കോ, ഞാൻ ഖദീജയാകാം. ഒരാൾ മാത്രം ഖദീജ ആയതുകൊണ്ട് കാര്യമില്ലല്ലോ റളിയല്ലാഹു അൻഹ. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സന്തോഷങ്ങളും സന്താപങ്ങളും പങ്കിട്ട് 2 ശരീരം മാത്രം ആയാൽ പോരാ, 2 ശരീരം മാത്രം ഒന്നായാൽ പോരാ, 2 മനസ്സും ഒന്നായി സ്നേഹത്തോടെ ജീവിക്കണം, പരസ്പരം മനസ്സിലാക്കണം, വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. ഭർത്താവിൻ്റെ പൊരുത്തം ഭാര്യമാരെ നമുക്ക് അത്യാവശ്യമാണ്, ഭാര്യയുടെ പൊരുത്തം ഭർത്താക്കന്മാരെ നമുക്കും അത്യാവശ്യമാണ്. ആ ജീവിത പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ, താങ്ങും തണലുമായി നിന്ന് മുൻപോട്ട് പോവുകയാണെങ്കിൽ ആ ജീവിതം എത്ര മനോഹരമാണ്. ഖദീജ ബീവിയെ കേൾക്കാൻ മുത്തുനബി തങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു. മുത്തുനബി തങ്ങളെ കേൾക്കാൻ ഖദീജ ബീവി ധാരാളം സമയം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർക്ക് എത്ര സങ്കടങ്ങളുണ്ടാവും, എന്തോരം കഥ പറയാനുണ്ടാവും. അതൊക്കെ കേൾക്കാൻ നമ്മളില്ലാതെ പോകുമ്പോഴാണ് പല അവിഹിത ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അത്തരം കഥകൾക്കൊന്നും ഇടം ഇവിടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും ഹറാമിലേക്ക് പോകരുത്. അല്ലാഹുവിനെ മാത്രം ഭയന്ന് ജീവിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക, ചേർത്തു പിടിക്കാൻ സമയം കണ്ടെത്തുക, അങ്ങനെ മനോഹരമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ബീവി ഖദീജ റളിയല്ലാഹ് അലം മടങ്കൽ സബബദാ അൽ അമീനായോരെ ജീവദാ ബീവി ഖദീജയിലായി സദാ റിദ്വാനു റബ്ബിയ സർമദാ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ബീവി ഖദീജ റളിയല്ലാഹ് ഉമ്മായി പാപിയെ കാക്കണേ ഉള്ളിലെ നോവുകൾ തീർക്കണേ ഉടയോന്റെ റിദ്വാനിൽ ചേർക്കണേ ഉത്തമരോടൊന്നായി കൂട്ടണേ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ബീവി ഖദീജ റളിയല്ലാഹ്. മാട പൊരുത്തം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം, ലോകത്തെ ആദ്യ ഹദീസിൻ്റെ കിതാബ് ക്രോഡീകരിച്ച മഹാൻ്റെ പേരെന്താണ്? ലോകത്തെ ആദ്യത്തെ ഹദീസിൻ്റെ കിതാബ് ക്രോഡീകരിച്ച മഹാൻ്റെ പേരെന്താണ്? ഭൂരിഭാഗം ആളുകളും ശരിയുത്തരം എഴുതിയിട്ടുണ്ട്. ഇമാം ബുഖാരി അല്ല കേട്ടോ, അത് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആണ്. മാലിക്കി മദ്ഹബിൻ്റെ ഉപജ്ഞാതാവാണ്. ശരി, ഇന്നത്തെ ചോദ്യം 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ഏതാണ് ലോകത്തെ ആദ്യത്തെ ആ ഹദീസിൻ്റെ ഗ്രന്ഥം? ആ കിതാബിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ, പ്രത്യേകിച്ച്
നമ്മളെ വീട്ടിലൊക്കെ ഈ വിശുദ്ധമായ റമദാനിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ. ഞാൻ മുമ്പ് പറഞ്ഞു, റമദാൻ ഇത് തീറ്റയുടെ മാസമല്ല, ആവശ്യത്തിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. ഇടയത്താഴ സമയത്താണെങ്കിലും രാത്രിയിലാണെങ്കിലും ഒക്കെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. ഓക്കെ, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അള്ളാഹു അവരുടെ ജീവിതത്തിലുടനീളം ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താക്കന്മാരും മക്കളൊക്കെ ഉമ്മമാർ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ, നോമ്പല്ലേ, ചിലപ്പോൾ ഉപ്പും മധുരമൊന്നും നോക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അവരുണ്ടാക്കി തരുമ്പോൾ അത് കഴിച്ചിട്ട് വായെടുത്താൽ ആദ്യം തന്നെ കുറ്റം പറയരുത്, അവരെ നന്നായിട്ട് പ്രശംസിക്കുക. നല്ല ഭക്ഷണമാണെന്ന് പറയാം. ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകും, നോമ്പ് പിടിച്ചിട്ട് നമുക്കുണ്ടാക്കി തരുന്നില്ലേ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴും. അല്ലാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് ചെയ്യട്ടെ. എപ്പോഴും ഓർക്കുക, നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾ, അള്ളാഹുവെ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മഅദനി ഉസ്താദ് ഹോസ്പിറ്റലിലാണ്, വല്ലാത്ത പ്രതിസന്ധിയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. യാ അല്ലാഹ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആജിലും കാമിലുമായ സൗഖ്യം നീ നൽകണേ അല്ലാഹ്. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധമായ റമദാനിലെ ആദ്യ 10 ഞങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിൻ്റെ കാരുണ്യം ലഭിച്ച മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, മഗ്ഫിറത്തിൻ്റെ 10 കടന്നു വരുമ്പോൾ ആ മഗ്ഫിറത്ത് ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മഹദിയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ ദിവസം ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളും സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയും നയിച്ചതുപോലെ ഉദാത്തമായൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പരസ്പരം സ്നേഹിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. സംശയരോഗം നൽകല്ലേ അല്ലാഹ്, ഛിദ്രത നൽകല്ലേ അല്ലാഹ്. പരസ്പരം മാനസികമായി ഇണങ്ങിച്ചേരുവാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, പലരും ഡിവോഴ്സിൻ്റെ വക്കീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ബുദ്ധി എല്ലാവർക്കും കൊടുക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നൽവഴിക്ക് നടത്തണേ അല്ലാഹ്. റഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളുടെ പൊന്നുമക്കൾ കാരണം സങ്കടപ്പെടേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാഹ്. ഒരുപാട് മക്കൾ എക്സാമുകൾ ഇനിയും എഴുതുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഹൈറായ വിജയം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഒരുപാട് രോഗികൾ, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നീ പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഒന്നും മാരകമായ രോഗങ്ങൾ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ നീ നൽകല്ലേ അല്ലാഹ്. റഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, എത്രയോ വലിയ കടബാധ്യതകൾ അനുഭവിക്കുന്നവർ, കടങ്ങളെല്ലാം നീ വീട്ടണയല്ല. കടക്കാരനായി മരിപ്പിക്കല്ലയല്ല. മരിച്ച് മയ്യത്തായി കിടക്കുമ്പോൾ കടം തന്ന ആളുകൾ മയ്യത്തിൻ്റെ വില പറയുന്ന ദുരവസ്ഥ നൽകല്ലയല്ല. യാ റബ്ബന, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പ്രിയപ്പെട്ട പ്രവാസികളുടെ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഒരുപാട് തടസ്സങ്ങൾ, വിസയും പാസ്പോർട്ടും ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ അനുഭവിക്കുന്നവർ, തടസ്സങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണയല്ല. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം കൊടുക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി സന്തോഷിപ്പിക്കണയല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണയല്ല. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി റാഹത്തായ ജീവിതം എല്ലാവർക്കും നൽകണയല്ല. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവർ, റിലീഫിലേക്ക് ഹദിയകൾ ചെയ്യുന്നവർ, അല്ലാഹുവേ, അവരുടെ ഹദിയകളെല്ലാം നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ആ ഹദിയയുടെ എന്ത് നിയ്യത്താണോ ആ ഹദിയയിലുള്ളത്, ആ നിയ്യത്തുകളെല്ലാം നീ സാക്ഷാത്കരിച്ചു കൊടുക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. പടച്ചവനെ, ഈമാൻ സലാമത്താക്കണയല്ല. അല്ലാഹുവേ, റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല. പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് സമാധാനം കൊടുക്കണയല്ല. ലോക മുസ്ലിംകൾ പ്രയാസത്തിലാണ്, നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണയല്ല. നിൻ്റെ സഹായം നീ നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെ അടക്കം നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.